രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു CPI വനിതാ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഒരു പ്രമുഖ ചാനൽ സ്വന്തമായി പരാതിക്കാരെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വാർത്തകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഈ CPIയുടെ വനിതാ നേതാവ് പറയുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ അടൂർ ഡിവിഷൻ അംഗമായിട്ടുള്ള ശ്രീനാദേവിയാണ് തനിക്കുണ്ടായ അനുഭവം ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. മേൽപ്പറഞ്ഞ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക തനിക്ക് യാതൊരു പരാതിയും ഇല്ല എന്നിരിക്കെ തന്നെ വിളിച്ചിട്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടോ, രാഹുലിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും ആ ചാനലിന്റെ പേര് ഈ ശ്രീനാദേവി വ്യക്തമാക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായി വായിക്കുമ്പോൾ ഏതാണ് ആ ചാനൽ എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഞാൻ ശ്രീനാദേവി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ്. 3 ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ച എന്നോട്, പേടിക്കണ്ട, മൊത്തത്തിൽ എല്ലാവരും, എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു. ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടതായി പറഞ്ഞു. പരാതിയുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതിയെന്നും. എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ്. എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച്? എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേൾവിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ല. സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു. നിങ്ങൾ ഇരയാണ്, ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രഡേറ്ററായി മാറരുത്. 24/7 വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ഞയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ആരാണ് ഇത്തരമൊരു ഉത്തരവാദിത്തം നൽകിയത്? പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം. കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ചു നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത്. നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുന്നിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹറാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു. അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ? എൻ്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമപ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ? ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ? ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട് ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്ത് നൽകാമായിരുന്നില്ലേ? നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ? എൻ്റെ പിന്നാലെ വന്ന നേരത്തിൻ്റെ നാമം മാത്രം സമയം മതിയായിരുന്നല്ലോ ആ ഉമ്മറപ്പടി കടന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ. നാട്ടിലെ എല്ലാവരുടെയും പിന്നാലെ ഓടിക്കുഴയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം അകത്തളങ്ങളൊന്ന് തൂത്തു വൃത്തിയാക്കുന്നത് നല്ലതാണ്. അനീതിയുടെ കോഴിപ്പങ്കു പറ്റി സഹപ്രവർത്തകരുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇല്ലാതെ, 24/7 സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സ്യൂഡോ സ്ത്രീ സംരക്ഷണ ത്വര ചില മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാട്ടുന്നതാണ്. ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കേറേട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിക്കുള്ളിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും തുടങ്ങട്ടെ. എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ, എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞപ്പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുന്നതല്ല. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ജനുവിൻ പരാതിയുള്ളവർ മുന്നോട്ട് വരട്ടെ, വാർത്തകൾ സൃഷ്ടിക്കട്ടെ. അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല. പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച്
പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം. നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താൽപര്യ അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും. പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമധർമ്മമല്ല, മര്യാദയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ചാനലിൻ്റെ പേര് കൃത്യമായി പറയുന്നില്ല എങ്കിലും ശ്രീനാദേവിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമായി വായിക്കുന്ന ഏതൊരാൾക്കും ഏതാണ് ആ ചാനൽ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും.